ഹായ്, എണ്ണയിൽ പൊരിക്കാതെ നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ട്രൈ ആക്കി നോക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് കരിഞ്ഞു പോകാതെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ബോൺലെസ് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഈ ഒരു ബട്ടറിൽ ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം. ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മാത്രം ഉപ്പ് മതിയാവും. ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. മൈദയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് പോയി വരുമ്പോൾ ഇതിലേക്ക് ഇനി പാല് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ആ പാലും മൈദയൊക്കെ ഒന്ന് തിക്കായി വരണം. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കായി വരും. ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തണുക്കുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് തിക്കാവുമ്പോൾ നമുക്കിത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. ഞാൻ ഇതേപോലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡോ അല്ലെങ്കിൽ ബന്നൊക്കെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടത് പ്രസ് ചെയ്തിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് ചിക്കൻ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബാക്കിയുള്ള ബ്രെഡെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി ചിക്കൻ ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഗ്യാപ്പിലേക്ക് നന്നായിട്ട് തന്നെ ചിക്കനും ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇനി ചീസ് ഇട്ട് കൊടുക്കാം. മുകളിലായിട്ട് ആവശ്യത്തിന് ചീസ് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ള ബ്രെഡിലെല്ലാം ഇതേപോലെ തന്നെ ചിക്കനൊക്കെ ഫില്ല് ചെയ്ത് ചീസും ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിത് ഓവനിലാണ് ചെയ്യുന്നത്. ഓവൻ 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓവൻ ഇല്ലാതെ നിങ്ങൾക്ക് ഒരു ഫ്രൈങ് പാനിൽ വെച്ചിട്ടും ഇത് ചൂടാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടും. മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഞാനൊരു 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുന്നുണ്ട് 180 ഡിഗ്രിയിൽ. അപ്പോൾ ചീസൊക്കെ ഒന്ന് മെൽറ്റായി ബണ്ണൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും. താഴ്ഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വരും. അപ്പോൾ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നല്ല ക്രീമി ആയിട്ടുള്ള ആ ചിക്കനൊക്കെ ആകുമ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, ചീസും ഒക്കെ ചേർത്തിട്ട്. അപ്പോൾ ട്രൈ ആക്കി നോക്കുക. താങ്ക്